മുനവ്വർ അലി ശിഹാബ് തങ്ങൾ. എന്താത്മീയതയാണ് ഇവർക്കുള്ളത്! SYSനെ സംബന്ധിച്ചിടത്തോളം, സംസ്ഥയെ സംബന്ധിച്ചിടത്തോളം, താജുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം, ഖമറുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദർശത്തിന് വേണ്ടി സമുദായത്തെ സജ്ജരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു മാന്യദേഹം പ്രസംഗിച്ചത്, കക്കുപ്പടിക്കാരനായ ഒരു മൗലവി പ്രസംഗിച്ചത് സുന്നി പറയാൻ അവർ മാത്രമുള്ളൂ എന്നാണ്. ആ മാന്യദേഹം പ്രസംഗിച്ച് കുടുങ്ങിയ സ്ഥലത്തും ഇവിടെ മറുപടിക്ക് പലപ്പോഴും ഞാൻ പോയിട്ടുണ്ട്. സിദ്ദീഖ് സഖാഫി അരിയൂര് അല്ലെ, തലപ്പാറ ആ ഭാഗത്ത്, അങ്ങനെ ഇവരുടെ തലപ്പാറ പ്രസംഗിച്ച് വെല്ലുവിളിച്ച് കുടുങ്ങിയ സ്ഥലത്ത് ഏച്ചുകൂട്ടാൻ അവരുടെ പ്രവർത്തകരെന്നെ നമ്മെ സമീപിച്ചുകൊണ്ട് നാം പോകേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് സുന്നി പറയാൻ ഞങ്ങളാണുള്ളത് എന്ന് പറയേണ്ടത് ആവശ്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മുജാഹിദ് പ്രസ്ഥാനവുമായി 278 വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ആ 278 വിഷയങ്ങളിൽ ആധികാരികമായ പൗരാണികരായ പൂർവികരായ മതപണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സമുദായത്തിന്റെ മുമ്പിൽ മറുപടി പറഞ്ഞ് മുഖാമുഖം നടത്തി സംവാദം നടത്താൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് കാന്തപുരത്തിന്റെ മക്കൾ മാത്രമാണ് എന്ന് ഈ സമയത്തുണർത്തുകയാണ്. അതല്ലാതെ വെല്ലുവിളിച്ചു കുടുങ്ങലല്ല. തല്ലാണ്ടോ എന്ന് പണ്ടൊരു കുട്ടി തള്ളാണ്ടോ എന്ന് വിളിക്കും, കൊഞ്ഞപ്പടയുണ്ട്. അങ്ങനെ ഉണ്ട്, ഞാൻ ഉണ്ട് എന്നറിയ എങ്ങായി പറഞ്ഞപ്പോ ഇജ്ജ് കള്ളപ്പതക്ക് കുത്തുള്ളൂ, ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. ഈ രൂപത്തിലല്ലേ ഇവരുണ്ടാവാറുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആദർശപരമായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിഷയങ്ങൾ ആധികാരികമായി പറയാനുള്ള പണ്ഡിത സഭയുണ്ടെങ്കിൽ അത് വന്യരായ താജുൽ ഉലമയുടെയും ഖമറുൽ ഉലമയുടെയും നേതൃത്വത്തിലുള്ള പണ്ഡിത സഭയാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, സാംസ്കാരികമായി ഇവിടെ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിക്കുന്നത് ആരാണ്? സംസ്കാരം എന്തെന്ന് പഠിപ്പിച്ചതാരാണ്? ഇസ്സത്താരെന്തെന്ന് പഠിപ്പിച്ചതാരാണ്? വന്യരായ ശൈഖുനയല്ലേ. ഞാൻ ആലോചിക്കുകയാണ്, ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ സമുന്നതനായിരുന്ന മുൻ MLA ആയിരുന്ന ഇസ്ഹാഖ് ഒരിക്കൽ പറഞ്ഞു, മൗലവിമാർക്ക് ഇസ്സത്ത് എടുത്തി കൊടുത്തത് ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് എന്നുള്ളത്. ഈ അടുത്ത് മണ്ണാർക്കാട് വെച്ചൊരു ബിസിനസ്സുകാരനായ ഒരു അമുസ്ലിം സഹോദരൻ, ആ സഹോദരൻ ഒരിക്കൽ ഇങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞു, ഉസ്താദെ ഞങ്ങളെ കാണാൻ നിൽക്കുകയാണ്, നിങ്ങൾ ചെറിയ വിഷമത്തിലും അങ്ങനെ കള്ള കേസിലൊക്കെ കുടിക്കുകയോ, എന്നാലും വലിയൊരു സന്തോഷങ്ങളോട് പറയാണ്ട് പറഞ്ഞു. എന്തേന്ന് വെച്ചു, ഈ കേസ് കൊണ്ട് വൃത്തിയും വെടുപ്പുള്ള ഒരുപാട് മൂല്യന്മാരെ കാണാൻ കഴിഞ്ഞു, അത് നിങ്ങളുടെ ആൾക്ക് മാത്രമേ അതുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ നിലയ്ക്ക് സാംസ്കാരികമായി പുരോഗതിയോടുകൂടെ എല്ലാ നിലക്കും സംസ്കാര സമ്പന്നരായ സമുദായത്തെ വാർത്തെടുക്കുന്നത്, സഖാഫത്ത് എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്, എങ്ങനെയാണ് നടക്കേണ്ടത്, ഇരിക്കേണ്ടത്, സഞ്ചരിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് വന്യരായ ശൈഖുനവറുകളാണ്. എന്നാൽ അവരുടെ സംസ്കാരം എന്താണ്? നേരത്തെ സൂചിപ്പിച്ചില്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആചാര പട്ടിക രക്ഷപ്പെടണം, മുസാഫ് കത്തിയാലും പ്രശ്നമില്ല എന്നുള്ളതല്ലേ. സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സ്വന്തം മദ്രസിന് തീ കൊടുത്തു. കഴിഞ്ഞില്ല, കഴിഞ്ഞയാഴ്ച മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു വാർത്ത എന്തായിരുന്നു? കോഴിക്കോട് എഡിഷനിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി നോട്ടീസ് കീറാം. ആരാ നോട്ടീസ് കീറുന്നത്? SKSSFന്റെ പ്രവർത്തകർ. അവരുടെ നോട്ടീസ് തന്നെ രാത്രി സമയത്ത് കീറുക, എന്നിട്ട് ഡാഷിന്റെ സൺ ഓഫ് ഡോഗിന് വിളിച്ചിട്ടുള്ള ക്ലിപ്പടക്കണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചില ആളുകളൊക്കെ പറയില്ല ഞങ്ങൾ ആ ക്ലിപ്പിടും ഈ ക്ലിപ്പിടും എന്ന് പറഞ്ഞിട്ടൊക്കെ പൂളമരത്തി നടത്തുന്ന ആൾക്കാരുണ്ട്. ക്ലിപ്പിന്റെ ദൗർലഭ്യം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നേരം പുലരുമ്പോ കടപ്പുറത്ത് പോയാൽ മതി, അടുത്ത തെരയും പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾ ആലോചിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ, സ്വന്തം നോട്ടീസ് ഒട്ടിക്കാം, ആ നോട്ടീസ് പകലൊട്ടിച്ചിട്ട് രാത്രി സമയത്ത് ഓരെന്നെ പോയി കീറുക, എന്നിട്ട് പിറ്റേ ദിവസം APക്കാരെ ചെറ്റകളെ എന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിക്കുക. അങ്ങനെ പിറ്റേ ദിവസം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മുസ്ലിം ലീഗിന്റെ ആളുകളോട് ഇവരോടൊക്കെ പോയി പറഞ്ഞു, ഇത് ഞങ്ങളെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന വിഷയമാണ്, നിങ്ങൾ നോക്കിക്കോളി എന്ന് പറഞ്ഞു. രാത്രി സമയത്ത് ഓല് ഒളിച്ചിരുന്ന് നോക്കി. ഒളിച്ചു നിന്ന് നോക്കിയപ്പോ കീർണത് ആരാ? ഓരെന്നെ. നാദാപുരം ഭാഗത്താണ്, മയസറിയിലല്ല, ദുന്യാവുത്തെ കഥയാണ്. ഇങ്ങനെയല്ല അവസ്ഥ. പണ്ടൊരാൾ കുതിരവട്ടം കാണാൻ പോയി ഇത്രേ. അങ്ങനെ കുതിരവട്ടം കാണാൻ വേണ്ടി പോയപ്പോ ഭ്രാന്തന്മാർ നന്നായിട്ട് ഓടുന്നുണ്ട്, ബാക്കിലൊരാൾ ഇങ്ങനെ ചിരിച്ചിങ്ങനെ പോണുണ്ട് കാരണം. അപ്പൊ ചിരിച്ചു പോണോട് എന്താ ഓരൊക്കെ മണ്ടണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗേറ്റിങ് ബിരിയാണി കൊടുക്കുന്നുണ്ട് എന്ന് ഞാനൊരു പൊള്ളു പറഞ്ഞതാ, കളവ് പറഞ്ഞതായിരുന്നു. കുറച്ച് കഴിഞ്ഞേക്ക് അയാളും മണ്ണ് വെച്ചപ്പോ ഇജ്ജെന്തിനാ മണ്ടിനെന്ന് വെച്ചു. അഥവാ കൊടുക്കുന്നുണ്ടെങ്കിലോ.
ഈ നിലക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്നിട്ട് ഓരെന്നെ ന്യായീകരിക്കാം. അങ്ങനെയാണ് അവരുടെ അവസ്ഥ. ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായി മഹത്തായ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നോളേജ് സിറ്റിയും അതുപോലെ മർക്കസിന്റെ പ്രവർത്തനങ്ങളും കേരളക്കരയിൽ 500-ലധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അക്കാഡമിക് നോളേജിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് മേഖലകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങൾ നമുക്ക് കാണാം. വിദ്യാഭ്യാസപരമായി ഈ സമുദായത്തിന് വേണ്ട എല്ലാ വിഷയവും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഏത് വിഷയത്തിലാണ് വിദ്യാഭ്യാസമുള്ളത്? മതപരമായ വിഷയത്തിൽ വിദ്യാഭ്യാസമുണ്ടോ? ഗ്രന്ഥപരമായ വിഷയത്തിൽ വിദ്യാഭ്യാസമുണ്ടോ? ആത്മീയപരമായ വിഷയത്തിൽ വിദ്യാഭ്യാസമുണ്ടോ? എല്ലാ വിഷയങ്ങളിലും നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഈ ഷെഹ്റെ മുബാറക്കിന്റെ വിഷയത്തില് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരുടെ ഇടയിൽ വസുവാസുണ്ടാക്കാൻ രംഗത്തിറങ്ങിയ ഈ മുക്കൂട്ടുമുന്നരികൾക്ക് ആ വിഷയ സംബന്ധമായി എന്തെങ്കിലും വിവരമുണ്ടോ? പ്രധാനമായും 10 ആരോപണങ്ങളാണ് ഇവർ ഉന്നയിച്ചിട്ടുള്ളത്. ഷെഹ്റെ മുബാറക്കിന്റെ വിഷയത്തില് പ്രധാനമായും 10 ആരോപണങ്ങളാണ് ഇവർ ഉന്നയിക്കാറുള്ളത്. ഈ സമുദായത്തിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ പറയാനും പ്രചരിപ്പിക്കാനും രംഗത്ത് വരുന്ന അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരുടെ ഇടയിൽ അല്പമെങ്കിലും വസുവാസുണ്ടാക്കണം എന്ന നിലക്ക് പലതും ചെയ്തു നോക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് അല്ലെ. SSF പകരം SK ഉണ്ടാക്കി, സെക്ടർ എന്ന് പറഞ്ഞപ്പോ ക്ലസ്റ്റർ ഉണ്ടാക്കി. അപ്പൊ കുറെ ആൾക്കാർ വയസ്സന്മാര് പറഞ്ഞു ക്ലസ്റ്റർ ഞങ്ങൾക്ക് പറയാൻ പുടിയാടില്ല, അന്ന് എന്താച്ചാ പറഞ്ഞോളി എന്നാണ്. പിന്നെ സലാത്ത് നഗറിന് വരെ സലാമത്ത് നഗർ ഉണ്ടാക്കി നോക്കി, കാരന്തൂർ മർക്കസിന് വരെ കാരത്തൂര് മർക്കസ് ഉണ്ടാക്കി നോക്കി, കേരള യാത്രക്ക് പകരം വിമോചന യാത്ര ഉണ്ടാക്കി നോക്കി. അങ്ങനെ പലതും ഇവിടെ നടത്തുന്നതിനനുസരിച്ച് അവിടെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ടൊന്ന് പിടിച്ചെടുക്കാൻ പറ്റുമോ നോക്കുക. ഇപ്പൊ വെല്ലുവിളികളുമായി വന്നിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിക്കുന്ന ആളുകളോട് പറയട്ടെ, ഏത് വിഷയമാണ് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ഷെഹ്റെ മുബാറക്കിന്റെ വിഷയത്തില്, തിരുകേശത്തിന്റെ വിഷയത്തില് ഇവിടെ ആരൊക്കെ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ ആരോപണങ്ങളിൽ നിലനിൽക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നാമതായി നിങ്ങൾ ആലോചിച്ചു നോക്ക്. കേരളത്തിലുടനീളം വിറ്റു എന്ന് പറഞ്ഞു, അവര് തന്നെ വിൽക്കുകയും ചെയ്തു. ഇനി രണ്ടാമത് നിങ്ങൾ ആലോചിച്ചു നോക്ക്. കൈമാറ്റ ശൃംഖല വേണമെന്നവർ പറഞ്ഞു, വേണമെന്ന് വാദിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ പറയുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ആസാറുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർക്കപ്പെട്ടാൽ ആ ചേർക്കപ്പെട്ട വിഷയത്തിന്റെ അംഗീകാരത്തിനും ആദരവിനും സ്ഥിരീകരണത്തിനും മറ്റൊരു കൈമാറ്റ ശൃംഖലയിലേക്ക് ആവശ്യമില്ല എന്നുള്ളത് അതിന് ആദർശങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് മതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്, അത് ഫതാവകൾ പറഞ്ഞിട്ടുണ്ട്. കിതാബ് പറയുന്ന കിതാബുമായി തിരയാത്ത ഏതെങ്കിലും ആ വിഷയത്തിൽ നിങ്ങൾക്ക് കഴിഞ്ഞവരാവുന്നതാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിഷയം അങ്ങനെയല്ലേ? ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി തങ്ങളുടെ പേരിലുള്ള അതുപോലെ അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളില് ഖിലാഫ് ഉണ്ടാക്കല്, വിവാദമുണ്ടാക്കല്, സെനത് തരയുക എന്നത് അത് തലയ്ക്കുവലിയാത്ത ആളുകളുടെ ഏർപ്പാടാണ്. അതുകൊണ്ട് ചേരാരി കമ്പനികളോ നിങ്ങൾക്ക് തലയ്ക്ക് വളരെയാത്ത കമ്പനികളാണ് എന്ന് പറയാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ വാദം ഉന്നയിക്കുമോ? ബഹാവുദ്ദീൻ നദവി ഉന്നയിച്ചിട്ടില്ലേ? പല ആളുകളും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, വെറുതെ ആവശ്യമില്ലാത്ത വിഷയം പറയേണ്ടതില്ല എന്നുള്ളതാണ്. മറ്റൊന്നവരുന്നയിച്ചു. ഈ അടുത്ത് മാധ്യമം ദിനപത്രത്തിൽ ബഹാവുദ്ദീൻ നദ്വി എന്ന് പറയുന്ന മൗലവി ആ ഗോള പണ്ഡിതനാണത്രേ. അദ്ദേഹം ചില വാദങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ഒന്ന്, കത്തിച്ചു നോക്കി പരീക്ഷിച്ചൂടെ എന്നതാണ്. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ എന്ന് പറയുന്ന ആ മാന്യദേഹവും എത്താ കത്തിച്ചാല് എന്നാ ചോദിച്ചത് അയാളെ ഭാഷയിൽ. ഒന്ന് കിതാബ് ഓതിയിട്ടില്ല ഉസ്താദ്മാരെ? കുട്ടികൾക്ക് ഓതിക്കൊടുക്കുന്ന മുഷ്കാത്തുൽ മഫാത്തിഹിന്റെ അതിന്റെ അപ്പുറം പോകാറിയോ അറിയില്ല. അതിന്റെ മിഷ്കാത്തുൽ മസാബീഹിന്റെ ശറഹായ മിർക്കാത്ത് എടുത്ത് നോക്കൂ. ഒരു സാധാരണക്കാരന്റെ മുടി കത്തിക്കാൻ പാടില്ല എന്നാണ്. കേവലം ഒരു സാധാരണക്കാരന്റെ മുടി കത്തിക്കുന്നതിന്റെ ശറഈയായ ഹുക്കം എന്താണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ ഷെഹ്റെ മുബാറക്ക് കാണോ എന്ന് നോക്കാൻ വേണ്ടി കത്തിച്ച് പരീക്ഷണം നടത്തണം എന്ന് പറയുന്നവരില്ലേ? സാധാരണക്കാരന്റെ മുടി പോലും കത്തിക്കാൻ പാടില്ല എന്ന് ഇമാം സുയൂത്തി തങ്ങൾ ശറഹുസ് ശമായിലിന്റെ 167 പറഞ്ഞിട്ടില്ലേ?
മിർഖാത്തുൽ മഫാത്തിഹിന്റെ 2211 പറഞ്ഞിട്ടില്ലേ? ഫതാവ അസ്ഹറിന്റെ 113ാമത്തെ പേജിൽ പറഞ്ഞിട്ടില്ലേ? ഇങ്ങനെ കിതാബുകളിൽ പറഞ്ഞിട്ട് എന്തെങ്ങളെ മൂല്യമാർക്ക് തിരിയാതെ പോയത്? പരസ്യമായി ഒരുപാട് ആളുകളെ ഇരുത്തിയിട്ടല്ലേ ബഹുമാന്യരായ പാണക്കാട്ട് തങ്ങന്മാരെ കൊണ്ടുപോലും നീലമഷിയിൽ ഒപ്പിടിച്ചിട്ട്, അങ്ങനെ ഒപ്പിടിച്ച് ആ ഒരു വേദിയിൽ വെച്ചിട്ടല്ലേ പലപ്പോഴും അവർ പറയാറുള്ളത്. അതുകൊണ്ട് ആസാറുകളെ കത്തിക്കുക എന്നത് പോട്ടെ, സാധാരണക്കാരന്റെ മുടി പോലും കത്തിക്കാൻ പാടില്ല എന്ന മസ്അല കുട്ടികളെ നിങ്ങൾ പഠിച്ചോളൂ എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അത് എല്ലാ മൂലയന്മാരോടും, അത് പെരിന്തൽമണ്ണ ഭാഗത്തുനിന്ന് മാനസിക രോഗത്തിന് ഗുളികെടുക്കുന്ന ആളാണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി, എല്ലാ നിസരണത ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത് പറയുമ്പോൾ സൂക്ഷിച്ചു പറയണം എന്നാണ്. നിഴലുണ്ടോ എന്ന് നോക്കി പരീക്ഷിക്കണം എന്നാ മറ്റൊരു മൗലവി പറഞ്ഞത്. വൽ ഖസായിസു ലാ യുഖാസു അലൈഹി എന്ന് പറഞ്ഞ ഇമാമുകൾ നിഴല് നോക്കി പരീക്ഷിക്കാൻ പാടില്ല, അങ്ങനെ പരീക്ഷിച്ചു നോക്കാൻ പാടില്ല എന്നല്ലേ മൂലയന്മാരെ പറഞ്ഞത്? പിന്നെ എന്ത് ദീനാണ്, എന്ത് വിഷയമാണ്, എന്ത് പാണ്ഡിത്യമാണ് നിങ്ങൾക്കുള്ളത്? ആസാറുകൾക്ക് അത്തരം ഒരു പരീക്ഷണം നടത്താൻ പറ്റുമോ? ബഹാവുദ്ദീൻ മൗലവി ചോദിച്ചത് DNA ടെസ്റ്റ് നടത്തിക്കൂടെ എന്നാണ്. DNA ടെസ്റ്റ് നടത്തിക്കൂടെ എന്നാണ് ബാലുശ്ശേരി മൗലവി ഒരിക്കൽ ചോദിച്ചത്. DNA എന്നാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഒരു ജനറ്റിക് മെത്തേഡിന് വേണ്ടി, വിഷയത്തിന് വേണ്ടി, ജനിതകമായൊരു വിഷയം അറിയുന്നതിന് വേണ്ടി, ഇന്നാലിന്ന ആളെ മകനാണോ എന്നറിയുന്നതിന് വേണ്ടി, ഭാവിയിൽ ഇയാൾക്ക് വല്ല രോഗങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നറിയാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രക്രിയയാണ് DNA ടെസ്റ്റ്. ഈ DNA ടെസ്റ്റ് നടത്തിക്കൂടെ എന്ന ഒരാൾ ചോദിച്ചത്. അതിന്റെ അപകടം നിങ്ങൾ ചോദിക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവർ, എത്ര അപകടകരമായ വാദമാണ്. ഒന്ന്, DNA നടന്ന ഇറ്റക്ക് തിരിയില്ല. കാരണം DNA നടക്കണമെങ്കിൽ മുറിച്ച മുടിയിലും വടിച്ച മുടിയിലും നടക്കൂല, പിഴുതെടുത്ത മുടിയിലാണ് നടക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് മുടി വെട്ടിയത് വടിച്ച മുടിയാണ് കൊടുത്തത്. രണ്ടാമത് DNA നടത്തണമെങ്കിൽ മാതുലത്തിന്റെ അർത്ഥം അല്ലാഹുവിന്റെ മലയാളോ തിരിയില്ല, കിട്ടിയില്ല, DNA തിരിയില്ല, ഒക്കെ ഒരു തര പള്ളിക്കുന്ന് തിന്നാതി. ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. എല്ലാ വിഷയവും പഠിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം. ഇനി നിങ്ങൾ ആലോചിക്ക്, വിവാദങ്ങൾ പലതും ഇവരെങ്ങനെ പറഞ്ഞു. മറ്റൊരാളുണ്ടല്ലോ, ഇബ്രാഹിം നബി സ്വലാത്തിന്റെ മഹത്തായ സുന്നത്താണ് മിസ്വാക്ക് ചെയ്യൽ. അങ്ങനെ മിസ്വാക്ക് ചെയ്യാത്തൊരു മൂലമില്ലേ? തോട്ടുമുക്കം, കുളിയില്ല, നാനിയില്ല, അത്രേ ചൊപ്പിക്കലായിക്കോട്ടെ. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളിങ്ങനെ സദസ്സക്ക് പറയാം, ഇപ്പോ മുടി, പിന്നെ പൊടി, പിന്നെ 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 വടി, ല്ലേ ല്ലേ ല്ലേ. ഇങ്ങനെ ഒരു ലേശം സാരസ്വതാരിഷ്ടം, ഒരു 3 മാനസിക മിത്ര ഗുളികയും. നിങ്ങൾ ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഞാനിത് പറയുന്നത് നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. വിനീതനായ എന്നെ സംബന്ധിച്ച് എന്തെല്ലാം ആരോപണങ്ങൾ അവർ പറഞ്ഞു. ഈ അടുത്ത് പത്രങ്ങളിൽ പോലും ഈ നാട്ടുകാരനായ ഒരാളുടെ നിർദ്ദേശം അനുസരിച്ച് തെറ്റിദ്ധാരണയോടെ വാർത്ത വന്നില്ലേ? ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അവരോടൊക്കെ പറയാനുള്ളത്, മഅ്സറയുടെ വിഷയം പരലോകത്തേക്ക് അല്ലാഹു തആല നീട്ടിവെച്ചുകൊണ്ട് കുട്ടികളെ കഴിച്ചിലായി എന്നാണ്. എന്റെ ജീവിതത്തിൽ എന്നോട് പൊരുത്തപ്പെടിക്കാത്ത കാലത്തോളം നിങ്ങളുടെ ഒരമലും ഇല്ല, എന്നാലും ശരി നമ്മൾ കേൾക്കാം. അതുകൊണ്ട് വിഷയങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഖ്ബറയിലെ പൊടിയെ കുറിച്ച് വന്നരായ ശൈഖുനാ ഉസ്താദ് അവറുകൾ കഴിഞ്ഞ പ്രാവശ്യം കുണ്ടൂരിലെ ഒരു പ്രഭാഷണത്തിൽ അവിടുന്ന് ഉസ്താദ് അവറുകൾ പറഞ്ഞു, ഈ നാളത്തെ വെള്ളം കൊടുക്കുന്നതിന്റെ പ്രത്യേകത ആ മഖ്ബറയിൽ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ പടർന്ന പൊടി ഖബറിൽ അള്ളിപ്പിടിച്ചത് അതും കൂടെ കലക്കുന്നുണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞു. മഖ്ബറയിൽ ഇറങ്ങുന്ന
പറ്റിപ്പിടിച്ച മണ്ണുകൾക്ക് റഹ്മത്തുണ്ട് എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ അവിടുന്ന് ഫതുഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ റൗള കൊണ്ട് മണ്ണ് കൊണ്ടുന്നതിന്റെ ഹുക്കം എന്താണ്, മദീനയിലെ മണ്ണ് കൊണ്ടതിന്റെ ഹുക്കം എന്താണെന്നൊക്കെ പറഞ്ഞു ചോദിച്ചിരുന്നു. എടുക്കണോ വഫാഉൽ വഫാ, എടുക്കണോ കിതാബുൽ മെയ്യാർ, എടുക്കണോ സിർവത്തുൽ മുസ്തഫ, എന്താ ഇതിലൊക്കെ പറഞ്ഞ മസലകൾ? ബറക്കത്തിന് വേണ്ടി അത്തരം അന്തരീക്ഷത്തിൽ നിന്നും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും മഖ്ബറയിൽ അള്ളിപ്പിടിച്ചതും അതുപോലെ ശിഫ കൊണ്ട് പ്രസിദ്ധിയാർജവുമായ മദീനത്തെ മണ്ണ് ബറക്കത്തിന് വേണ്ടി കൊണ്ടുവരാന്നാണ് മൗലവിമാരെ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ എത്രയോ വിഷയങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ദീർഘിപ്പിച്ചു പറയുന്നില്ല. ആരോപണങ്ങളെ കുറിച്ചുള്ള ചെറിയ വിശദീകരണം നൽകിയെന്ന് മാത്രം. എന്നിട്ടാണ് ഒരു പറയുന്നത്, ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമി, അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും അവിടുത്തെ മഹബ്ബത്തിനെ കുറിച്ചും ഏറ്റവും കൂടുതൽ പ്രഭാഷണം നടത്തുന്നവരിൽ ഒരാളായ ബഹുമാനപ്പെട്ട നഈമിയുടെ പ്രസംഗത്തിന്റെ ഒരു ഭാഗം എടുത്തിട്ട് യാസീനിലെ യക്സിബൂൻ എന്നുള്ളോർത്ത് യക്ദിബൂന്ന് അറിയാതെ വരും. സാധാരണയാണ്, പലപ്പോഴും അബദ്ധം വരാറുണ്ട്, എത്രയോ വരാറുണ്ട്. ഇന്നാളൊരാൾ ഇഷാറത്താക്കിയപ്പോ കുറെ ചിന്തിച്ചിട്ട് കാര്യമില്ല, കുറച്ചൊക്കെ ബുദ്ധിവാണെന്നറിഞ്ഞ ഇങ്ങനെ കാണിച്ചു. അങ്ങനെ വേറൊരാൾ പ്രസംഗിച്ചപ്പോ കുറെ ആലോചിച്ചിട്ട് കാര്യമില്ല, കുറച്ചൊക്കെ അന്തം വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കാണിച്ചു. അങ്ങനെ പല നിലക്കും പല ആളുകളും മേപ്പോട്ട് നോക്കിയ ഭൂമി, കീപ്പോട്ടി നോക്കിയ ആകാശം എന്നൊക്കെ പറഞ്ഞ് പറയലുണ്ട്, തിരിച്ചാ മറിച്ച്. അങ്ങനെ ഉണ്ടാകലില്ലേ? സബ്ഖുൽ ലിസാനി ആദത്തുൽ ഇൻസാനി സുറുബുദ്ദുഖാനി മളറത്തുൽ ഇൻസാനി, തോട്ടുമുഖത്തിനോട് പറയാനുള്ളതാണ്. എന്നുവെച്ചാൽ സബ്ഖുൽ ലിസാൻ എന്നുള്ളത് അത് മനുഷ്യന്മാർക്ക് വരുന്ന സംഭവമാണ്. സുറുബുദ്ദുഖാൻ എന്ന് പറഞ്ഞാൽ അത് ആൾക്കാരെ ഇടങ്ങാറാക്കുക, പ്രസംഗിക്കാൻ തന്നെ ഫൂന്നാണിട്ടാ വരാറുള്ളത്. ആ സിഗരറ്റിന് കൊടുക്കണ കായ് മതി എന്റെ 400 തരാന്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പറഞ്ഞു വന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരെയും ഉസ്താദുമാരെയും തേജോവധം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹബീബായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി അവിടുന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കാൻ നിന്ന് സഹാബത്തെ കിറാം, അങ്ങനെയുള്ളവരുടെ ആശയാദർശങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ബിദ്അത്തുകാർ, അതുപോലെ തന്നെ സമുദായത്തിലെ സമുന്നതരായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെ ജനമധ്യത്തിൽ ഇകഴ്ത്തി കാണിക്കാൻ വരുന്ന കുബുദ്ധികളായ പണ്ഡിത വേഷധാരികളായ ആളുകളുടെ ഐബ് സമുദായത്തിൽ വെളിവാക്കി കൊടുക്കല് അത് ദീനിന്റെ ഭാഗമാണെന്ന് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഓർമ്മപ്പെടുത്താനുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഈ സമുദായത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി നിയുക്തരായ പണ്ഡിതന്മാർ, അതേ വന്യരായ താജുൽ ഉലമ, വന്യരായ ഖമറുൽ ഉലമ, വന്യരായ മുഹദ്ദിസുൽ ഉലമ, വന്യരായ കൻസുൽ ഉലമ, വന്യരായ നൂറുൽ ഉലമ, ഇങ്ങനെയുള്ള സമുന്നതരായ പണ്ഡിതന്മാര് ജനമധ്യത്തിൽ താറടിച്ച് കടിക്കാമെന്ന് ഏതെങ്കിലും കുബദ്ധികളെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഉണർത്താനുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മക്കൾ അവരെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തിയേ അടങ്ങൂ എന്ന് ഈ സമയത്തുണർത്തുകയാണ്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലേക്ക് വരേണ്ടതില്ല എന്ന് അവരോട് ഉണർത്തുകയാണ്, നിർത്തുകയാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. മറ്റൊന്നുണർത്താനുള്ളത്, ഏതെങ്കിലും പശ്ചാത്തലത്തിൽ ഏതെങ്കിലും വ്യക്തികളോട് എന്തെങ്കിലും വിഷയങ്ങൾ സംഭാഷണങ്ങളിലൂടെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങൾ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന് തന്നെ വ്യക്തമായി കൃത്യമായി വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊന്നും പറഞ്ഞ് സമുദായത്തിൽ നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നുകൂടെ ഈ സമയത്ത് ഉണർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആരോപണങ്ങൾ ഒരിക്കലും അഹ്ലുസുന്നക്ക് പുത്തരിയല്ല. ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. വന്യരായ ഉസ്താദ്
ഉസ്താദ് അവറുകൾ ആദ്യം 5 ലക്ഷം കട്ടു എന്ന് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ രാജഗോപാൽ 1 കോടി കൊടുത്തു എന്ന് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ കൊടുത്തത് ആരോപണം, അതുപോലെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ ആരോപണം, ഇങ്ങനെ പല നിലക്ക് ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് ഈ സമുദായത്തിൽ പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാക്കാറുണ്ട്. രാജഗോപാലിന്റെ കൂടെ വന്നിരുന്ന ഒരാൾ ബിജെപിന്റെ നേതാവിനോട് 5 കോടി കിട്ടിയെന്ന് വെച്ചപ്പോ എനിക്ക് അണ്ടിപ്പരിപ്പും ചായ കിട്ടിയെന്നാ പറഞ്ഞത്. അങ്ങനെയല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ? അതുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത് വിഷയങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. നിങ്ങൾ ആലോചിച്ച് നോക്കി ഖൗമിന്റെ ഒരു അവസ്ഥ. മദ്രസ് കത്തിക്കുക, മുസഹഫ് കത്തിക്കുക. മുസഹഫ് എവിടെയോ കത്തിക്കാൻ പറ്റുക? മുസഹഫ് കത്തിക്കുന്നതിന്റെ ശർഈയായ വിധി എന്താണ്? ആജർ പട്ടികയും റിക്കാർഡും MSRും അതുപോലെയുള്ള റിക്കാർഡുള്ള മേശ കൊണ്ടുപോവുക. മുസഹഫ് കത്തുകയാണെങ്കിൽ കത്തിക്കോട്ടെ എന്ന് പറയാ. ഇതൊക്കെ സമുദായത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ത് ദീനാണുള്ളത്? എന്ത് മതമാണുള്ളത്? ഈ സമുദായത്തിന് ഗുണകരമായ വല്ലതും പറഞ്ഞുകൂടെ? ഈ സമുദായത്തിൽ എത്ര അക്രമ പ്രവർത്തനങ്ങൾ നടത്തി? ഏതെല്ലാം സാധുക്കളെ നിങ്ങൾ ആക്രമിച്ചു? എത്ര ആളുകൾ നിങ്ങൾ കൊലപ്പെടുത്തി? ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, മഹാനരായ പണ്ഡിതന്മാർ ഉണർത്തിയതുപോലെ ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാൻ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന, ആധ്യാത്മിക മേഖലയിലെ ഉന്നതയിലെ ഉയരങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടിരുന്ന മഹാനരായ പണ്ഡിതനായ ഇബ്രാഹിം ദസൂഖി തങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി അലക്സാണ്ടറിലേക്ക് പ്രിയപ്പെട്ട ശിഷ്യനെ അങ്ങ് പറഞ്ഞയക്കുമ്പോ ആ പ്രിയപ്പെട്ട ശിഷ്യൻ അവിടെ പോയപ്പോ അവിടെയുള്ള ന്യായാധിപൻ അക്രമിയായ ന്യായാധിപനാണ്, ബിദ്അത്തുകാരനാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ദസൂഖി തങ്ങളെ അങ്ങേയറ്റം വിമർശിക്കുന്നയാളാണ്. ബഹുമാനപ്പെട്ടവരുടെ ആവശ്യം പറഞ്ഞു പോയപ്പോ ഒരുപാട് ചീത്ത വിളിക്കുകയും അകാരണമായി തടങ്കിൽ വെക്കുകയും ചെയ്തു. അങ്ങനെ അകാരണമായി തടങ്കിൽ വെച്ച ഇബ്രാഹിം ദസൂഖി തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യന് ആക്രമിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോ ഒരു ചെറിയ എഴുത്ത് തന്റെ കൂട്ടുകാരനോട് പെട്ടെന്ന് അഭിയന്യരായ ഗുരുവിന് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പറയുന്നു. അവിടെ കൊണ്ടുപോയി കൊടുത്തപ്പോ ഈ ന്യായാധിപന് തിരിച്ചൊരു കത്ത് കൊടുത്തു വിടുന്നു. ആ കത്ത് ബഹുമാനപ്പെട്ട ദസൂഖി തങ്ങളുടെ കത്ത് ഈ അക്രമിയായ ന്യായാധിപൻ വായിക്കുന്നു, പരിഹസിക്കുന്നു. എന്താണ് ആ കത്തിലുണ്ടായിരുന്നത്? യാമുല്ലൈലി സായിബത്തുൽ മറാമി ഇദാ ഉതിറത് ബി ഔതാരിൽ ഖുശൂഇ യുഖവിമുഹാ ഇലൽ മർമരി ജാലു യുതിലൂന സുജൂദ മഅർ റുകൂഇ ബിഅൽസിനതിൻ തുഹമ്ഹിമു ഫീ ദുആഇ ബിഅജ്ഫാനിൻ തഫീളു മിൻ الدموع إذا أوترنا ثم رمينا سهما وما يغني تخشع بالدموع. ഓ മനുഷ്യ, ഒരുപാട് പാവപ്പെട്ടവരുടെ പ്രാർത്ഥനകൾ വരുന്നുണ്ട്. കുണ്ടൂരിലെ കുഞ്ഞുവിന്റെ കുടുംബങ്ങളുടെ പ്രാർത്ഥന, അമ്പലക്കണ്ടി അബ്ദുൽ ഖാദറിന്റെ കുടുംബങ്ങളുടെ പ്രാർത്ഥന, ബഹുമാനപ്പെട്ട കുട്ടിക്കയുടെ പ്രാർത്ഥന, ഇങ്ങനെയുള്ള ഹാജിമാരുടെ പ്രാർത്ഥന, അങ്ങനെ സുഹദാക്കളായ ആളുകളുടെ പ്രാർത്ഥന, കയ്യും കാലും തല്ലിയൊടിച്ച ഒരുപാട് പ്രദേശത്തില്, മഞ്ചേരിയിലെ പുൽപ്പറ്റയില് അതുപോലെയുള്ള പ്രദേശത്തുള്ള ഒരുപാട് പാവപ്പെട്ട പ്രവർത്തകരുടെ ഹൃദയങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന വരും എസ്ക കുട്ടികളെ, അതേ അക്രമത്തിന് കൂട്ടുനിൽക്കുന്നവരെ. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തട്ടെ, ഈ ന്യായാധിപനായ അക്രമകാരിയായ വ്യക്തി പരിഹസിച്ചുകൊണ്ട് വായിച്ച് അതങ്ങ് എറിയപ്പെട്ടാൽ എന്തേ മുന്നായകളുടെ പ്രാർത്ഥനയാണ് പപ്പടിപാടുകളുടെ പ്രാർത്ഥന എന്ന് നാം
പ്രിയ കൊണ്ട് സമുദായത്തിന്റെ നല്ല കാര്യക്ക് വേണ്ടി പ്രവർത്തിക്കുക, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുക. മേറ്ററില്ലേ പഠിപ്പിക്കാൻ എല്ലാ അവഗാഹം നേടിയ പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാർ ഓതിത്തരും നിങ്ങൾക്ക് കിതാബ്. എന്തെല്ലാം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും ഒരുപാട് ആളുകളെ കുറിച്ച് പലതും പ്രചരിപ്പിച്ചു നോക്കി. സുഖം എല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്, സാന്ദർഭികമായി ഉണർത്താണ്. അതുകൊണ്ട് പറയാനുള്ളത് നല്ല കാര്യം പ്രവർത്തിക്കുക. ആഖിറമുണ്ട്, മരിച്ചു പോണം. വന്യരായ ശൈഖുനയുടെ ഉപ്പ് ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, എന്നെ ക്ഷമിക്കാറുമായി സമുദായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിപ്പോവുക. അതിനുവേണ്ടി അന്വേഷിക്കണം. മാവൂർ റോഡിലൂടെ ഈ കോട്ടുമല ബാപ്പുലേരില്ലേ, ആ കോട്ടുമല ബാപ്പു മുസ്ലിയാരുകാരൻ്റെ ആളെ നേതൃത്വത്തിൽ അതിനെതിരെ പത്രസമ്മേളനം. പ്രിയപ്പെട്ട സഹോദരന്മാർ, ആരെ കൊയ്യാക്കണത്? നിങ്ങൾ ചിന്തിച്ചു നോക്കി, എവിടേക്കാണ് ഈ എവിടേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്? എത്ര വിഷയങ്ങൾ കോട്ടുമല ബാപ്പു മുസ്ലിയാർ ഈ എന്ന് പറ ഒരു വ്യക്തിയുമായിട്ട് സ്റ്റേജിലേക്ക് ബാപ്പുലേര് വരുമ്പോ അദ്ദേഹത്തിന്റെ ബാപ്പയായ കോട്ടുമല ഉസ്താദിനോട് ജാമ്യ ഓതി വരാൻ പറഞ്ഞ ആളാണ് മുസ്തഫ ഫൈസി. ആ മുസ്തഫ സ്വന്തം ബാപ്പാനോട് സ്നേഹിച്ചു തുടങ്ങി. വിഷയങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയും സാധാരണ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വേണ്ടി ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങളും ഒരുപാട് നിർദ്ദേശങ്ങളും നമുക്ക് സേവചംഗവും അതും എസ്എഫും നമുക്ക് ഇട്ടുതരുമ്പോ ആ പ്രവർത്തന പദ്ധതികൾ നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് സമുദായത്തിൽ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയായിരിക്കണം എന്റെ പ്രവർത്തനം. അതുപോലെ സമുദായത്തിൽ എന്തെങ്കിലും തെറ്റിദ്ധരങ്ങൾ കേൾക്കുമ്പോ പ്രിയപ്പെട്ട സഹോദര പദ്ധതി ഇരിക്കുന്ന ആളൊന്ന് എണീറ്റ് നിൽക്കുക, ദൂരെ മാത്രം പറയട്ടെ. ഇതുപോലെയുള്ള വിഷയങ്ങൾ സമുദായത്തിൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ആരെങ്കിലും ചെറിയ വിഷയങ്ങളായത്തോട് പ്രവർത്തനങ്ങൾ കാപ്പെടുകയാണ് എന്റെ പ്രവർത്തകരെ. അതുകൊണ്ടൊരിക്കലും നാം ക്ഷീണിക്കേണ്ടതില്ല. لديننا وطنوا نفوسكم على محجة الهدى اصبروا وصابروا ورابطوا دينا. ദീനത്തെക്കെട്ടായി പ്രവർത്തിക്കുക, ക്ഷമയോടെ പ്രവർത്തിക്കുക, ആ സമയത്തോടെ പ്രവർത്തിക്കുക. സുന്നത്ത് വൽ ജമാഅത്തിന്റെ
എത്രയോ തമ്മിൽ വിടവപ്പോ അവർക്ക് മുതൽ കൂട്ടായത് എന്തായിരുന്നു? പാവപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ അവരുടെ കലഹിതസിൽ നിറയ്ക്കുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങളെ കൊണ്ട് അവരുടെ ഖബറുകളിൽ കടന്ന് അവര് സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും മരിക്കാൻ പോകണം. അതെ, ഞാനും നിങ്ങളും മരിക്കാൻ പോകുന്നവരാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കും വേണം മൂലനല്ലരങ്ങ് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ പേരിൽ ആളുകളുടെ കരളിൽ നിന്ന് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത ചൊവ്വാഴ്ച ചെങ്ങന്നൂരിൽ അബ്ദുൾ റഷീദ് സഖാഫി ഓലംകുളം ഉസ്താദ് അവറുകളും KKM സൈദി ആലിപ്പറമ്പും സംബന്ധിക്കുന്നു. സല്ലല്ലാഹു അലാ ചെങ്ങന്നൂരിൽ മുഖാമുഖമാണ്. എല്ലാവരും സംബന്ധിക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ്.